അരമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, സഹാബത്തെ, എനിക്ക് ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. ഈ ലോകവും ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ ഒരു സൂറത്താണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സൂറത്ത് ഓതിക്കേൾപ്പിച്ചു എന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനായ സഅലബ റളിയല്ലാഹു തആല നിവേദനം ചെയ്തു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സൂറത്തുൽ ഫത്ഹ് ഓതുകയാണെങ്കിൽ മക്കം ഫത്ഹിൻ്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ആ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അല്ലാഹു തആല അവന് കൊടുക്കുമെന്ന്. നോക്കണേ, ഒരു സൂറത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ സൂറത്ത് അതാണ്. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ഫത്ഹാണ്. ആ സൂറത്തുൽ ഫത്ഹ് ദിവസം ഓതുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ റസൂലുള്ളാഹിന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ റസൂലുള്ളാഹിനോട് കൂടെ മക്കം ഫത്ഹിൻ്റെ അന്ന് ഒരുമിച്ച് കൂടുന്നവർ എത്ര വലിയ ഭാഗ്യമുള്ളവരായിരിക്കും. ആ ഒരു ഭാഗ്യമാണ് സൂറത്തുൽ ഫത്ഹ് ഓതുന്നതിലൂടെ ആ മനുഷ്യൻ അല്ലാഹു തആല നൽകുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പോരാ, ധാരാളം പ്രത്യേകത മഹത്വങ്ങൾ ഈ സൂറത്തിനുണ്ട്. മറ്റൊരു മഹത്വം കാണാം, ഖസീലത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം, സൂറത്തുൽ ഫത്ഹ് നിത്യമായി ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ, എല്ലാ ദിവസവും സൂറത്തുൽ ഫത്ഹ് ഓതാം. ഇങ്ങനെ ഓതുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം അല്ലാഹു തആല അവന് കൊടുക്കുമെന്ന്. റസൂലുള്ളാഹിനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കുക. നമുക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. റസൂലുള്ളാഹിന്റെ കാലത്ത് നമുക്ക് ജീവിക്കാനും കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന ആ ഭാഗ്യം ലഭിച്ച ധാരാളം ആളുകളുണ്ട്. അതിലൊരു ഭാഗ്യം നമുക്കും അല്ലാഹു തആല നൽകും. സൂറത്തുൽ ഫത്ഹ് നാം ഓതിയാൽ മതി.